കൊള്ളും. ദൈവം രക്ഷിക്കും, ദൈവം മറയ്ക്കും, സംരക്ഷിക്കും, ദൈവം മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം നൽകും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചം പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. ഒരു ദൈവഭക്തന് പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല, എന്നും ഒരു കുഴപ്പമില്ലാതെ പൊക്കോളുമെന്നല്ല. പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ രാത്രിയിലോ പകലോ ഏത് സമയത്ത് വന്നാലും ഞാൻ നിന്നെ മറയ്ക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുമെന്നൊക്കെയല്ലേ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെക്കുറിച്ചാണ് നാം പ്രസംഗിക്കുന്നത്. രാത്രിയിൽ വരുന്ന ഭീകരതയെക്കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. രാത്രിയിൽ വരുന്ന ഭീകരതയുടെ നടുവിലും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തിൻ്റെ നടുവിലും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന, കരുതുന്ന, ഒരു ദോഷവും വരാതെ സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് എനിക്ക് പ്രസംഗിക്കാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. സംരക്ഷിക്കുന്ന ദൈവം, സൂക്ഷിക്കുന്ന ദൈവം. ദൈവത്തിന് ചിറകുണ്ടെന്ന്, ദൈവത്തിനൊരു ചിറകുണ്ടെന്ന്. ആ ചിറകുകൾ ഉള്ളിൽ നിന്നെ മറയ്ക്കുമെന്ന്. എപ്പോൾ? പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ, കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ, പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലല്ല, പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ തെന്നി മാറുമ്പോൾ, മാറി മറിയുമ്പോൾ ദൈവം നിന്നെ അത്ഭുതകരമായി സംരക്ഷിക്കുമെന്ന്, മറയ്ക്കുമെന്ന് ഈ വചനത്തിലൂടെയാണ് ഇന്ന് പ്രാർത്ഥിച്ചത്. ഇതെല്ലാം ഒരുപാട് മനപ്പാഠമാണ്, കാണാതെ അറിയാം. 1000 വട്ടം ധ്യാനിച്ചു, 1000 വട്ടം പ്രാർത്ഥിച്ചതാ. എങ്കിലും ഒരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞങ്ങളുടെ കുടുംബം ദൈവത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെ ശരീരം, മനസ്സ്, ആത്മാവിനെ എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുവാണ്. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന്, എല്ലാ വെല്ലുവിളികളിൽ നിന്ന്, എല്ലാ ഒറ്റപ്പെടലുകളിൽ നിന്ന്, എല്ലാ രോഗപീഠകളിൽ നിന്ന്, എല്ലാ തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ മറച്ചുകൊള്ളണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ആ തൂവല് കൊണ്ട് ഞങ്ങളെ മറയ്ക്കണമേ, എൻ്റെ കുടുംബത്തെ മറയ്ക്കണമേ. മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, പാരകൾ, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നതിലൂടെ, അതിലൂടെയൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മനസ്സ് തളർന്നു പോകാതെ, ശരീരം വാടിപ്പോകാതെ, എവിടെയും തട്ടി വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണം.